ഇവിടെ ശ്രീ ജോർജ് പൊടിപ്പാറ, അൻവർ തുടക്കത്തിൽ പോലീസിലെ ക്രിമിനലുകൾ എന്ന നിലയിലുള്ള വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് അത് മെല്ലെ ഈ പോലീസിൽ സംഘ് പരിവാറിൻ്റെ സ്വാധീനം എന്ന നിലയിലേക്ക് ആ വിഷയത്തെ മാറ്റുന്നു. മറുഭാഗത്ത് ന്യൂനപക്ഷ രാഷ്ട്രീയം, ന്യൂനപക്ഷം ആ നിലയിൽ വേട്ടയാടപ്പെടുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുമാണ് എന്നൊരു നറേറ്റീവിലേക്ക് മാറുന്നു. അതേ തുടർന്ന് പറഞ്ഞു വന്ന പല ആരോപണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. CPI-യുമായി ബന്ധപ്പെട്ടൊക്കെ നിസ്കാരത്തിന് തടസ്സം നിൽക്കുന്നു എന്ന നിലയിലൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിൽക്കണം. അങ്ങനെ ഒരു മാറ്റം അൻവറിൻ്റെ പ്രതികരണങ്ങളിലാകെ സംഭവിക്കുന്നു. ആ വിധത്തിൽ അൻവറിൽ സംഭവിച്ച മാറ്റത്തിൻ്റെ ആ സൂചനകളെയാണ്, ആ പ്രശ്നത്തെയാണ് ഇവിടെ ശ്രീ ജയരാജൻ അവതരിപ്പിച്ചത്. ഇന്ന് മുതിർന്ന നേതാവ് മലപ്പുറത്ത് ശ്രീ പാലോളി അതിശക്തമായ വാർത്താ സമ്മേളനത്തിൽ വളരെ ശക്തമായി ഉന്നയിച്ച പ്രശ്നം എന്താണ്? ആ പ്രശ്നം എന്ന് പറയുന്നത് മതമൗലികവാദ സംഘടനകളാണ് ആ വിധം ഇപ്പോൾ അൻവറിന് പിന്നിൽ അണിനിരന്നിട്ടുള്ളത് എന്ന് CPI അതുമായി ബന്ധപ്പെട്ടൊരു പൊസിഷൻ എടുക്കുന്നു. അത് ജനങ്ങളോട് വിശദീകരിക്കുന്നു. അൻവറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു വിമർശനവും CPI-ൻ്റെ വെളിപ്പെടുത്തലും ആ നിലയിലത് മാറുന്നില്ലേ? അൻവറിനെ സംബന്ധിച്ച് അൻവറിനെ ആ നിലയിൽ CPI തുറന്നു കാട്ടാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്ന ഈ കാര്യങ്ങൾ അത് അതീവ പ്രാധാന്യമുള്ളതാണോ? ഇപ്പം നടക്കുന്നത് ശരത്തെ ഒരു വലിയ പോരാട്ടമാണ്. ഒരു വശത്ത് കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടി, ഏറ്റവും വലിയ കേഡർ പാർട്ടി, ഭരിക്കുന്ന പാർട്ടി, ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള പാർട്ടി, ആളും അർത്ഥവും ആരവവും ഉള്ള പാർട്ടി. മറുവശത്ത് PV അൻവർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഈ ശക്തിയെ നേരിടാൻ കൈവശമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ മാർഗങ്ങളും അവലംബിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളത് യുദ്ധത്തിലും പ്രണയത്തിലും എന്തും ആകാം എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഒരു യുദ്ധമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അൻവറിന്റെ അവനഴിയിലുള്ള അസ്ത്രങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. പാർട്ടി CPM അതിനെ നേരിടാൻ അവർക്ക് കഴിയാവുന്ന വിഭവങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. എല്ലാ രീതിയിലും അതിന്റെ സമസ്ത ശേഷിയും ഉപയോഗിച്ച് അൻവറിനെ നിരായുധനാക്കാൻ, അൻവറിനെ ഒതുക്കാൻ, അല്ലെങ്കിൽ അൻവർ എന്ന് പറയുന്ന ആ ഒരു വിഷയം അപ്രസക്തമാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ജയരാജൻ സഖാവ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതായത് അൻവറിനെ ശാരീരികമായി നേരിടാനോ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാനോ എന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു നേരിടലല്ല CPM ഉദ്ദേശിക്കുന്നത്. CPM അതിന്റെ സംഘടനാ ശേഷി ഉപയോഗിച്ച്, അതിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറ ഉപയോഗിച്ച്, അതിന്റെ നാളിതുവരെയുള്ള പ്രവർത്തന മികവ് ഉപയോഗിച്ച് അൻവറിനെ നേരിടുന്നു. ആ കൊടുങ്കാറ്റിൽ അൻവർ ഒരു കരിയില പോലെ, ഒരു കടലാസ് തുണ്ട് പോലെ പറന്നു പോകും എന്ന് അദ്ദേഹം പറയുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന സെക്രട്ടറി അൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, അദ്ദേഹത്തിനെതിരെ പാർട്ടി അണികൾ അണിനിരക്കണം എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ മലപ്പുറത്തിന്റെ പല ഭാഗത്ത് അല്ലെങ്കിൽ നിലമ്പൂരിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നടന്ന പ്രകടനത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു സംയമനത്തിന്റെയോ അതല്ലെങ്കിൽ ഒരു പാർട്ടി അന്തസ്സിന്റെയോ ഭാഷ നമ്മൾ കേട്ടില്ല. അതിനകത്ത് അൻവറിന്റെ കൈയും കാലും വെട്ടി ഗോവിന്ദൻ സാറ് അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് ഒരു വാക്ക് മിണ്ടിയാൽ അൻവറെ കൈയും കാലും വെട്ടി ഞങ്ങൾ ചാലിയാർ പുഴയിൽ എറിയും എന്നുള്ള മുദ്രാവാക്യം ഉയർന്നു കേട്ടു. അതിനെതിരെ പോലീസ് കേസ് കൊടുത്തു. ആ സമീപനത്തിന് പകരം ജയരാജൻ സഖാവ് ഇവിടെ പറഞ്ഞ കുറെ കൂടി അന്തസ്സുള്ള ഒരു സമീപനമാണ്. അതിനെ ഞങ്ങൾ പ്രത്യയശാസ്ത്രപരമായി, സംഘടനാപരമായി, രാഷ്ട്രീയമായി ഞങ്ങളുടെ സംഘടനയുടെ സകല ശേഷിയും ഉപയോഗിച്ച് നേരിടും. ആ നേരിടല്, അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അൻവറിനില്ല. അൻവറിനെ കൊണ്ട് അത് തടുക്കാൻ ഒക്കില്ല എന്നുള്ള, അതൊക്കെ രാഷ്ട്രീയമാണ്. ആ പറയുന്നതിനകത്ത് ഒരു അന്തസ്സുണ്ട്, ഒരു ആഭിജാത്യമുണ്ട്. CPM പോലുള്ള ഒരു വലിയ സംഘടനയുടെ അതിന്റെ സംഘടനാ ശേഷിയിലുള്ള ആ വിശ്വാസമുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങൾ അന്തർഭവിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ CPM സമീപനത്തിന്റെ 2 വശങ്ങളെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. അതിൽ താങ്കൾ സ്വാഗതം ചെയ്തതുണ്ട്, അതിൽ താങ്കൾ ആശങ്ക പ്രകടിപ്പിച്ചൊരു വശവുമുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് CPM അതിൻ്റെ മറുപടി താങ്കൾക്ക് തരട്ടെ. അങ്ങനെ CPM-നെ വിശകലനം ചെയ്യുമ്പോൾ തന്നെ ശ്രീ പൊടിപ്പാറ, അപ്പുറത്ത് അൻവർ എന്ന് പറയുന്ന MLA, ആ MLA ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൽ നിന്ന് വിട്ട് CPM-നൊപ്പം ചേർന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം വന്ന് അവിടെ നിന്ന് നിലമ്പൂരിൽ 2 തവണ ജയിച്ച് മതനിരപേക്ഷ ജനാധിപത്യ ചേരിയുടെ വക്താവായി മാറിയ ഒരാളാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടി എവിടെയും ആരുടെയും കൂട്ടുപിടിക്കാം എന്ന് പറയുന്ന അത്ര നിസ്സാരമാണോ? ഈ കാലത്ത് സംഘ് പരിവാറിൻ്റെ വർഗീയ ഫാസിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ
മറുഭാഗത്ത് മതമൗലികവാദ സംഘടനകളുടെ പിന്തുണയോടെയാണ് ഒരു പോരാട്ടം നടത്തുന്നതെങ്കിൽ അതോടെ തീർന്നില്ലേ ആ പോരാട്ടം എന്ന് പറയുന്നത് തന്നെ ഏതർത്ഥത്തിലാണ് പോരാട്ടമാവുക? ചരിത്രേ, ഞാൻ അതിൽ കാണുന്നത് ഇപ്പൊ ഇന്ന് പ്രധാനമായിട്ട് ഉയരുന്ന ഒരു ആരോപണം, ചന്തക്കടവിൽ PV അൻവറിനെ കേൾക്കാൻ ഇത്രയേറെ ആളുകൾ കൂടുമെന്നും ഇത്രത്തോളം നീണ്ടൊരു പ്രസംഗം നടത്തുമെന്നും ഒന്നും ആരും വിചാരിച്ചതല്ല. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, അത് ഈ പറഞ്ഞതുപോലെ അവിടെ തടിച്ചുകൂടിയവരിൽ, അപ്പോൾ അവിടെ സ്വാഗതം പറഞ്ഞ ആള് തന്നെ ഒരു മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അല്ല, അതിന്റെ അതുകൂടി പറഞ്ഞു പോകുന്നതായിട്ട് വരും. പാലോളി മുഹമ്മദ് കുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആളെക്കുറിച്ച്. അതായത് ഏതാ മണൽകടത്ത് കേസുമായി മറ്റൊക്കെ ബന്ധപ്പെട്ട് സുകുമാരൻ 5 വർഷം മുമ്പ് പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയ ആളാണ്. സ്വാഭാവികമാണ്, ഞാനും താങ്കളും അടക്കം അൻവറിൻ്റെ ആ പൊതുപരിപാടി കാണുമ്പോൾ തൊട്ടു പിന്നാലെ, കഴിഞ്ഞ ദിവസം വരെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, കഴിഞ്ഞ ദിവസം വരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPM വന്ന വിശദീകരണം കൂടി മുഖവിലേക്കെടുത്ത് നമ്മൾ അതിനെ കാണണ്ടേ? തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിന്റെ നെല്ലും പതിനും തിരിച്ചറിയാൻ അല്ലെങ്കിൽ പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും. ഏതായാലും ഇന്നലെ അവിടെ വന്നു കൂടിയ ആളുകളിൽ ഈ പറഞ്ഞ ഇന്ന് മുതിർന്ന സഖാവ് പാലോളി പറഞ്ഞ ആ രീതിയിലുള്ള ആളുകൾ മാത്രമാണെന്ന് പറയുന്നത് അവിടെ ആ പൊതുയോഗത്തിനുള്ളായ എന്താ പറയാ ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ ആ ബഹുജന പങ്കാളിത്തത്തെ വല്ലാതെ കുറച്ച് കാണുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു നല്ല തന്ത്രമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ വന്നുകൂടിയവർ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, SDPA-ക്കാരാണ്, അതുപോലെ വെൽഫെയർ പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ തീവ്രവാദികളാണ് അൻവറിനെ കേൾക്കാൻ അവിടെ കൂടിയത് എന്ന് പറയുന്നത് ഒരു ഓവർ സിംപ്ലിഫിക്കേഷനാണ്. യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതിൽ ലീഗുകാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവർ മുഴുവൻ അൻവറിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ടൊന്നുമല്ല. ഇതുപോലുള്ള ഒരു വലിയ രാഷ്ട്രീയ മുഹൂർത്തത്തിൽ കേരളം ഉറ്റുനോക്കുന്ന ആ ഒരു വിഷയം ഉയർന്നു നിൽക്കുന്ന സമയത്ത് അൻവർ ചന്തക്കടവിൽ എന്തു പറയാൻ പോകുന്നു? മുഖ്യമന്ത്രിക്കെതിരെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ? CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അൻവർ ആഞ്ഞടിക്കുമോ? അല്ലെങ്കിൽ അൻവർ പുതിയ പൊട്ടിക്കൽ എന്തെങ്കിലും നടത്തുമോ? ഇത് കേൾക്കാനായിട്ട് അവിടെ ഒരുപാട് ആളുകൾ കൂടി. അവരെല്ലാം നാളെ അൻവറിന് സിന്ദാബാദ് വിളിക്കുമെന്നും അൻവർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ആ കൂടെ പോകുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഒരു ഓളമാണ്, ഇപ്പോഴത്തെ ഒരു ഓളം. അത് സാധാരണ ജനങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി, ഒരു കൗതുകം ഉണ്ടാകും. അവർ ആ കൗതുകത്തിന്റെ പുറത്ത് അൻവറിനെ കേൾക്കാൻ വന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഇന്നലെ അൻവറിന്റെ പ്രസംഗം എനിക്ക് വലിയ എന്താ പറയുക വലിയ ഒരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖങ്ങളിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഈ സ്വർണം പൊട്ടിക്കലിനെ കുറിച്ചും അതുപോലെ തന്നെ തട്ടാനെ കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങൾ സംഘപരിവാറിനെ കുറിച്ചും അദ്ദേഹം ഇതുവരെ പറയാത്ത ഒരു കാര്യവും ഇന്നലത്തെ ചന്തക്കടവിലെ പ്രസംഗത്തിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം.